ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. നാളെയാണ് നമ്മുടെ ഉറുദുവിലെ പരീക്ഷ. അടിപൊളിയായിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. വളരെ സെറ്റായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനസാർ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് തയ്യാറല്ലേ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ 5 മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് അനസാർ പറയുന്നത്. നോക്കൂ, എന്താണ് ആ ചോദ്യം? ഇതാണ് ആ ചോദ്യം. ഗർക്കെ ബാരേമേ ചന്ദ് ജുംലയിലേക്ക്, അതായത് നമ്മുടെ വീടിനെ കുറിച്ച് എന്ത് ചെയ്യുക, വാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നോക്കി, യേ ഗർ ഹേ നമുക്ക് എഴുതാം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇത് ഗർ ഹേ വീടാകുന്നു, നമുക്ക് എഴുതാം. ഇത് വീടാകുന്നു എന്ന് എഴുതാം. പിന്നെ യേ മേരാ ഗർ ഹേ, ഇത് മേരാ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഗർ വീട്, അപ്പോൾ ഇത് എൻ്റെ വീടാകുന്നു നമുക്ക് എഴുതാം. യേ ഗർ ചോട്ടാ ഹേ, മേരാ ഗർ എൻ്റെ വീട് എന്താണ്? ചോട്ടാ ഹേ, എൻ്റെ വീട് ചെറുതാകുന്നു. അപ്പം നമ്മുടെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, സുന്ദരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓക്കെ, മേരാ ഗർ പ്യാരാ ഗർ ഹേ, എൻ്റെ വീട് പ്രിയപ്പെട്ട വീടാകുന്നു. ഗർമേ അബ്ബാ ഹേ, വീട്ടിൽ ആരുണ്ട്? അബ്ബ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, അപ്പോൾ വീട്ടിൽ ആരുണ്ട്? അച്ഛനുണ്ട്. പിന്നെ ഗർമേ അമ്മി ഹേ, വീട്ടിൽ ആരുണ്ട്? അമ്മിയുണ്ട് അല്ലേ? അമ്മി പറഞ്ഞാൽ അമ്മയുണ്ട് അല്ലേ? പിന്നെ ഓക്കെ, ഗർമേ ദാദാ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ ദാദ അല്ലേ? വീട്ടിൽ ദാദ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, വീട്ടിൽ ആരുണ്ട്? മുത്തശ്ശനുണ്ട്. പിന്നെ നോക്കെ, ഗർമേ ദാദി ഹേ, ദാദി പറഞ്ഞാൽ മുത്തശ്ശിയാണ്, അപ്പോൾ വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ ആരുണ്ടടാ? മുത്തശ്ശിയുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഗർമേ ബായി ഹേ, വീട്ടിൽ സഹോദരനുണ്ട് അല്ലേ? വീട്ടിലാരുണ്ട്? സഹോദരനുണ്ട്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി അനസാർ ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. നമ്മൾ വീടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 ജുംല എഴുതിയാൽ മതി, 4-5 ജുംല എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത്, യേ ഗർ ഹേ ഇത് വീടാകുന്നു, യേ മേരാ ഗർ ഹേ ഇത് എൻ്റെ വീടാകുന്നു, മേരാ ഗർ ചോട്ടാ ഹേ എൻ്റെ വീട് ചെറുതാകുന്നു, മേരാ ഗർ പ്യാരാ ഗർ ഹേ എൻ്റെ വീട് ഏറ്റവും പ്രിയപ്പെട്ട വീടാകുന്നു, ഗർമേ അബ്ബാ ഹേ വീട്ടിൽ ആരുണ്ട്? അച്ഛനുണ്ട് അല്ലേ? അതേപോലെ ഗർമേ അമ്മി ഹേ വീട്ടിൽ ആരുണ്ട്? അമ്മയുണ്ട്. ഗർമേ ദാദാ ഹേ വീട്ടിലാരുണ്ട്? മുത്തശ്ശനുണ്ട്. ഗർമേ ദാദി ഹേ വീട്ടിലാരുണ്ട്? മുത്തശ്ശിയുണ്ട്. ഗർമേ ബായി ഹേ വീട്ടിലാരുണ്ട്? സഹോദരനുണ്ട്. അപ്പോൾ ഇതാണ് ഗറുമായി ബന്ധപ്പെട്ട്. ഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട് അല്ലെങ്കിൽ ഹൗസ്, ഹോം എന്നൊക്കെ പറയും. അപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നാളത്തെ പരീക്ഷയിൽ വീടുമായി ബന്ധപ്പെട്ട് 5 മാർക്കിനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു പോയി എഴുതുന്നുള്ള ആളുകളൊക്കെ അനസാറിൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഓക്കെ സാർ എഴുതുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.